ലോകകപ്പിന്റെ ആദ്യ മത്സരം മുതൽ താരങ്ങളെല്ലാം ഗോളടിച്ചു കൂട്ടാൻ തുടങ്ങിയിരുന്നു. അർജന്റീനയ്ക്കായി ലയണൽ മെസ്സി, ഫ്രാൻസിനായി കിലിയൻ എംബപ്പെ, നോർവേയ്ക്കായി എർലിംഗ് ഹാലൻഡ് തുടങ്ങി ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്നും സ്പാനിഷ് താരങ്ങളായ മൈക്കൽ ഒയർസബാലും ലാമിൻ യമാലും ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയറുമൊക്കെ ലോകകപ്പിൽ തങ്ങളുടെ വരവറിയിച്ചു. അപ്പോഴും കാൽപന്ത് മൈതാനത്തെ ആ ക്ലിനിക്കൽ ഫിനിഷിങ്ങും തുടർന്നുള്ള ആ സ്റ്റൈലിഷ് ആക്ഷനും ലോകകപ്പിൽ മിസ്സിംഗ് ആയിരുന്നു. ഇന്നലെയായിരുന്നു അതിനൊരു തീർപ്പുണ്ടായതും, അതും ഒരു ഒന്നൊന്നര തീർപ്പ്. ലോകകപ്പിലെ നിർണായക പോരാട്ടത്തിൽ പോർച്ചുഗലിന് എതിരാളി ഉസ്ബെക്കിസ്ഥാൻ. എതിരാളികൾ അത്ര ശക്തരല്ലെങ്കിലും പോർച്ചുഗൽ ആരാധകരിൽ, പ്രത്യേകിച്ച് റോണോ ഫാൻസിന് ആശങ്ക ചെറുതായിരുന്നില്ല. ആദ്യ മത്സരത്തിൽ കോങ്കോയ്ക്കെതിരെ നേടിയ 1-1 സമനിലയിൽ പലരും തൃപ്തരല്ലായിരുന്നു. ടീമിലെ വിഭാഗീയത കളത്തിൽ നിഴലിട്ടപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒറ്റപ്പെട്ടു. മുന്നേറ്റത്തിലും ഗോൾ അടിക്കുന്നതിലുമെല്ലാം അത് പ്രകടമായിരുന്നു. മിന്നും പ്രകടനം കൊണ്ട് കളം വാഴേണ്ടവർ തമ്മിലിടഞ്ഞ് പുറത്തു പോകുമോ എന്ന ആശങ്കകൾക്കിടെയാണ് പോർച്ചുഗൽ ഇന്നലെ കളത്തിലിറങ്ങിയത്. കളി നയിച്ചും ഇരട്ട ഗോൾ നേടിയും റോണോ എല്ലാ ആശങ്കകൾക്കും ഉത്തരം തന്നു. ഒപ്പം ഒരു പിടി റെക്കോർഡുകളും. മത്സരം തുടങ്ങി 6-ാം മിനിറ്റിൽ തന്നെ റോണോ പോർച്ചുഗലിനായി ഗോൾ നേടി. എല്ലാ വിമർശനങ്ങൾക്കുമുള്ള ആദ്യ മറുപടി. വലതു വിങ്ങിൽ നിന്ന് ജോ കാൻസലോ ബോക്സിലേക്ക് നീട്ടി നൽകിയ ക്രോസ് ആദ്യ ടച്ചിൽ തന്നെ വലയിലാക്കിയ ക്ലിനിക്കൽ ഫിനിഷിംഗ്. ഈ ലോകകപ്പിൽ റോണോയുടെ ആദ്യ ഗോൾ. സന്തോഷത്തോടെ താരം ഡഗ്ഔട്ടിനരികിലേക്ക് ഓടി. സഹകളിക്കാരും പരിശീലകരുമൊക്കെ ആ സന്തോഷത്തിൽ പങ്കുചേർന്നു. അതിനുശേഷമായിരുന്നു ആ ഐക്കണിക് സെലിബ്രേഷൻ. ഗാലറിക്കും മീഡിയ ക്യാമറയ്ക്കും വിമർശന കണ്ണുമായി ഉറ്റുനോക്കുന്നവർക്കും മുന്നിൽ 7-ാം നമ്പർ കുപ്പായക്കാരൻ തല ഉയർത്തി നിന്നു. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, ഐ ആം ബാക്ക്, ഐ ആം ബാക്ക്. ഉസ്ബെക്കിസ്ഥാൻ ഗോൾ മുഖത്തേക്ക് പിന്നെയും പോർച്ചുഗൽ മുന്നേറ്റങ്ങളുണ്ടായി. 2 വിങ്ങുകളിൽ നിന്നും ഒത്തിണക്കത്തോടെ ടീം കളിച്ചു കയറുമ്പോൾ ഫൈനൽ തേർഡിലേക്ക് ബ്രൂണോ ഫെർണാണ്ടസ് പന്തെത്തിക്കുമ്പോൾ എല്ലാത്തിനും നായകനായി റോണോ കളം വാണു. അതിനൊരു ഉദാഹരണമായിരുന്നു 2-ാം ഗോൾ. 17-ാം മിനിറ്റിൽ പോർച്ചുഗലിന് അനുകൂലമായൊരു ഫ്രീ കിക്ക് കിട്ടി. കിക്കെടുക്കുന്നത് റോണോ ആയിരിക്കുമെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന തരം നീക്കങ്ങൾ. പക്ഷേ ബോക്സിന് തൊട്ടുവിളയിൽ നിന്ന് ആ കിക്കെടുത്തത് ന്യൂനോ മെൻഡസ് ആയിരുന്നു. മെൻഡസിന്റെ ഇടങ്കാൽ കിക്ക് ഉസ്ബെക്കിസ്ഥാൻ പ്രതിരോധത്തെ മറികടന്ന് ബോട്ടം ലെഫ്റ്റ് കോർണറിൽ പതിച്ചു. സ്കോർ 2-0. തിരിച്ചടിക്കാനുള്ള ഉസ്ബെക്കിസ്ഥാന്റെ ശ്രമങ്ങൾ ഫലം കണ്ടെന്ന് തോന്നിയ നിമിഷം 31-ാം മിനിറ്റിൽ അസിസ് ഗാനിവിന്റെ കിടിലൻ ഗോൾ. ബോക്സിന്റെ വെളിയിൽ നിന്നുള്ള ഷോട്ട് പോർച്ചുഗൽ വലകുലുക്കി. പക്ഷേ വാർ പരിശോധനയിൽ ഫൗൾ കണ്ടതോടെ ആ ഗോൾ നിഷേധിക്കപ്പെട്ടു. 39-ാം മിനിറ്റ് റോണോ വീണ്ടും വലകുലുക്കി. ബ്രൂണോ ഫെർണാണ്ടസിന്റെ മനോഹരമായ പാസ് റോണോ അനായാസം വലയിലെത്തിച്ചു. മനോഹരമായ ഫിനിഷിംഗ്. ആദ്യ പകുതി പോർച്ചുഗൽ എടുത്തു. 2-ാം പകുതിയിലും ഉസ്ബെക്കിസ്ഥാന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായില്ല. 60-ാം മിനിറ്റിൽ ഒരു സെൽഫ് ഗോളും വഴങ്ങി. ബ്രൂണോ ഫെർണാണ്ടസിന്റെ കോർണർ കിക്ക് ബോക്സിലെത്തിയപ്പോൾ ജോ ഫെലിക്സ് ഗോളിനായൊരു ശ്രമം നടത്തി. പക്ഷേ പന്ത് ഉസ്ബെക്കിസ്ഥാൻ പ്രതിരോധക്കാരൻ അബ്ദുഖോദർ ഖുസനോവിന്റെ കാലിൽ തട്ടി സ്വന്തം ഗോൾ വലയിൽ. 87-ാം മിനിറ്റിൽ നെൽസൺ സെമോഡയുടെ കുതിപ്പിനൊപ്പം ഓടിക്കറിയ റാഫേൽ ലിയോവയുടെ കിടിലൻ ഗോളിലൂടെ പോർച്ചുഗൽ 5-1 മത്സരം സ്വന്തമാക്കി. ആധികാരിക ജയത്തിനൊപ്പം ഒരുപിടി റെക്കോർഡുകളും റോണോ ആ മത്സരത്തിലൂടെ സ്വന്തമാക്കി. 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമായി റോണോ. പുരുഷ വനിതാ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ അപൂർവമായ നേട്ടം. 5 ലോകകപ്പിൽ ഗോൾ നേട്ടമുള്ള മെസ്സി, ബ്രസീൽ ഇതിഹാസ താരം മാർത്ത, കാനഡയുടെ ക്രിസ്റ്റ്യൻ സ്വിൻക്ലെയർ എന്നിവരെയാണ് റോണോ പിന്നിലാക്കിയത്. 2006 മുതൽ 2026 വരെ എല്ലാ ലോകകപ്പുകളിലും റോണോ ഗോൾ നേടി. 2006, 2010, 2014 ലോകകപ്പുകളിൽ ഓരോ ഗോൾ വീതം. 2018 ലോകകപ്പിൽ 4 ഗോൾ. 2022 1 ഗോൾ. ഇക്കുറി ഇതുവരെ 2 ഗോൾ. ആകെ ലോകകപ്പ് ഗോൾ 10. അതേസമയം 2006 ആദ്യ ലോകകപ്പ് കളിച്ച മെസ്സി 1 ഗോൾ നേടി. 2010 മർഡോണയുടെ ശിക്ഷണത്തിലെത്തിയ മെസ്സിക്ക് ഗോളൊന്നും നേടാനായില്ല. 2014 4 ഗോൾ. 2018 1 ഗോൾ. അർജന്റീന ചാമ്പ്യന്മാരായ 2022 7 ഗോളും ഗോൾഡൻ ബോളും സ്വന്തമാക്കി. ഇക്കുറി ഹാട്രിക് ഉൾപ്പെടെ 5 ഗോളും മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട്. ലോകകപ്പിൽ ഇതുവരെ 18 ഗോളുകൾ. ലോകകപ്പിലെ ഏറ്റവും പ്രായം കൂടിയ 2ാമത്തെ ഗോൾ സ്കോററാണ് റോണോ. 41 വയസ്സും 138 ദിവസമാണ് താരത്തിന് പ്രായം. കാമറൂണിന്റെ റോജർ മില്ലയാണ് ഇക്കാര്യത്തിൽ റോണോയ്ക്ക് മുന്നിലുള്ളത്. 1994 റഷ്യക്കെതിരെ റോജർ മില്ല ഗോൾ നേടുമ്പോൾ 42 വയസ്സും 39 ദിവസമായിരുന്നു പ്രായം. ഇരട്ട ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് റോണോയ്ക്ക് മാത്രം സ്വന്തം. ലോകകപ്പിൽ പോർച്ചുഗലിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡും റോണോ സ്വന്തമാക്കി. ഇതിഹാസ താരം യൂസേബിയയുടെ 60 വർഷം പഴക്കമുള്ള 9 ഗോൾ റെക്കോർഡാണ് റോണോ ഇന്നലെ മറികടന്നത്. ഉസ്ബെക്കിസ്ഥാനെതിരെ 2ാം ഗോളോടെ റോണോ ലോകകപ്പിൽ 10 ഗോളുകൾ തികച്ചു. ലോകകപ്പിലെ 24-ാം മത്സരത്തിനാണ് റോണോ ഇന്നലെ ബൂട്ട് കിട്ടിയത്. ഇതോടെ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരങ്ങളുടെ പട്ടികയിൽ 3ാമതെത്തിയ റോണോ. ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയാണ് റൊണാൾഡോയ്ക്ക് ഒപ്പമുള്ളത്.
28 മത്സരങ്ങൾ കളിച്ച മെസ്സിയും 25 മത്സരങ്ങൾ കളിച്ച ലോദർ മത്തേയുസും റോണോയ്ക്ക് മുന്നിലുണ്ട്. ഇറ്റാലിയൻ താരം പൗലോ മാൾഡിനിയെയാണ് ഇന്നലെ റോണോ മറികടന്നത്.